ഹിമാലയത്തിന്റെ ഉയർന്ന ശിഖരങ്ങൾക്കിടയിൽ മഞ്ഞുപാളികൾ മൂടിയ പർവ്വതങ്ങൾക്കിടയിലൂടെ ഒരിക്കൽ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര പാത നീണ്ടുനിന്നിരുന്നു. കിലോമീറ്ററോളം നീണ്ടുകിടന്ന ഒരു പുരാതന യാത്രാമാർഗം, മരുഭൂമികളും മഞ്ഞുപർവ്വതങ്ങളും കടന്ന് ലോകത്തെ ബന്ധിപ്പിച്ച പാത. മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ ഈ വ്യാപാര പാതയാണ് സിൽക്ക് റോഡ്. ചൈന, മധ്യേഷ്യ, ഇന്ത്യ എന്നിവയെ ബന്ധിപ്പിച്ച ഒരു പ്രധാന വ്യാപാര മാർഗം. ഏഷ്യൻ വ്യാപാരത്തിന്റെ സ്ഥിരാകേന്ദ്രം എന്നറിയപ്പെടുന്നത് സിൽക്ക് റോഡാണ്. എന്താണ് സിൽക്ക് റോഡ്? വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ മൈലുകളോളം സഞ്ചരിച്ച വഴിയാണ് സിൽക്ക് റോഡ് എന്നറിയപ്പെടുന്നത്. സിൽക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, മൂല്യമുള്ള മെറ്റൽസ് ഇതൊക്കെയായിരുന്നു വ്യാപാരം ചെയ്തിരുന്ന പ്രധാന വസ്തുക്കൾ. ചൈനയിലെ പട്ട് ലോകത്തെ അതിശയിപ്പിച്ച കാലത്ത് ചൈനയിലെ ഹാൻ സാമ്രാജ്യം സിൽക്കിന്റെ കച്ചവട സാധ്യത കണക്കിലെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടം ആരംഭിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ വ്യാപാര പാതയാണ് സിൽക്ക് റോഡ്. ചൈനയിലെ ഷിയാൻ മുതൽ മധ്യേഷ്യ വഴി പേർഷ്യയിലൂടെ റോമൻ സാമ്രാജ്യത്തിലേക്ക് വരെ ഇത് നീണ്ടുപോയിരുന്നു. ഇങ്ങനെയാണ് സിൽക്ക് റോഡിന്റെ തുടക്കം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആദ്യ വലിയ ഗ്ലോബൽ ട്രേഡ് നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നത് സിൽക്ക് റോഡാണ്. ഇതിലൂടെ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമായി. നമുക്കറിയാം, വ്യാപാരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ കൂട്ടത്തോടെ മൈലുകളോളം സഞ്ചരിച്ച വഴിയാണ് സിൽക്ക് റോഡ്. സിൽക്ക് റോഡിൽ വ്യാപാരം നടത്തിയിരുന്നത് കാരവാൻ രീതിയിലാണ്. എന്താണ് കാരവാൻ? കാരവാൻ സഞ്ചരിക്കുന്ന സമൂഹം എന്ന് വേണമെങ്കിൽ പറയാം. കച്ചവടം നടത്തുന്നതിന് വേണ്ടി കൂട്ടത്തോടെ ആളുകൾ സഞ്ചരിച്ച രീതിയാണ് കാരവാൻ എന്ന് പറയുന്നത്. ഒരു കാരവാനിൽ സാധാരണയായി 20 മുതൽ 200 വരെ ആളുകൾ ഉണ്ടാകുമായിരുന്നു. പർവ്വതങ്ങളും വലിയ മരുഭൂമികളും അപകടകരമായ മലയിടുക്കുകളെല്ലാം കടന്ന് വ്യാപാരികൾ ഒട്ടകങ്ങളുമായി ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു. ബാക്ട്രിയൻ ഒട്ടകങ്ങൾ ഉപയോഗിച്ചാണ് വ്യാപാരികൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത്. കാരവാനുകൾ സഞ്ചരിച്ചിരുന്നത് ഒരു പ്രത്യേക വാണിജ്യ കേന്ദ്രം അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീട് അവിടുന്ന് മറ്റൊരു ഇന്റർമീഡിയറ്റ് വഴി അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കും. ഇങ്ങനെയായിരുന്നു വ്യാപാരികൾ കച്ചവടം ചെയ്തിരുന്ന രീതി. കാരവാനുകൾ കടന്നുപോയ പ്രധാന ഗ്ലോബൽ റൂട്ട് ഏതെന്ന് നമുക്ക് നോക്കാം. ചൈനയിലെ ഷിയാൻ, ഗോബി മരുഭൂമി, ടാക്ലാമഗൻ മരുഭൂമി, പാമിർ മലനിരകൾ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ലേവന്റ്, തുടർന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി യൂറോപ്പ്. ഇതാണ് ഗ്ലോബൽ ട്രേഡ് നടന്നിരുന്ന പ്രധാന വ്യാപാര പാത. മറുവശത്ത് ഹിമാലയത്തിന്റെ താഴ്വരയിലൂടെ ഈ കച്ചവട പാത കടന്നു പോയിരുന്നത് അത് കാശ്മീരിലൂടെയും ലഡാക്കിലൂടെയുമായിരുന്നു. അത് തുടങ്ങുന്നത് ചൈനയിൽ നിന്ന് ആരംഭിച്ച് ടിബറ്റ് വഴി ഷിൻജിയാൻ കഴിഞ്ഞു കാരക്കോറം മലനിരകളിലൂടെ ലഡാക്കിലെത്തി പിന്നെ കാശ്മീരിലൂടെ ഇന്ത്യൻ സമതല പ്രദേശങ്ങൾ. ഇതായിരുന്നു സിൽക്ക് റോഡ് കടന്നു പോയിരുന്ന ഹിമാലയൻ പാത. സിൽക്ക് റോഡിലൂടെ ലഡാക്കിലേക്ക് എത്തുന്ന വ്യാപാരികൾക്ക് മുന്നിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് മലമ്പാതകളായിരുന്നു. കാരവാനുകൾ കടന്നുപോയ പ്രധാന മലമ്പാതകളിൽ ഒന്നായിരുന്നു കർദുങ്ല പാസ്. ഇന്ന് ലോകത്തിലെ ഉയർന്ന വാഹനപാതകളിൽ ഒന്നായി അറിയപ്പെടുന്നു. ഏകദേശം 18,000 അടി ഉയരം വരുന്ന കർദുങ്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പാത പോലും ഇല്ലാതിരുന്ന സമയത്ത് കല്ലും മഞ്ഞും നിറഞ്ഞ കഠിനമായ ഒരു മലമ്പാത മാത്രമായിരുന്നു. ഓക്സിജന്റെ കുറവ്, ഹിമപാത ഭീഷണി, കടുത്ത തണുപ്പ് ഇവ കൊണ്ടെല്ലാം പല വ്യാപാരികൾക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചായിരുന്നു കാരവാനുകൾ സിൽക്ക് റോഡിൽ വ്യാപാരം നടത്തിയിരുന്നത്. സിൽക്ക് റോഡ് വെറും വ്യാപാരത്തിന്റെ പാതയല്ലായിരുന്നു, അത് ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സംസ്കാരങ്ങളുടെയും യാത്രയായിരുന്നു. ഇതെല്ലാം സിൽക്ക് റോഡിലൂടെ പരസ്പരം കൈമാറപ്പെട്ടു. ലഡാക്ക് ഈ മഹത്തായ കൈമാറ്റത്തിന്റെ ഹൃദയഭാഗമായി മാറി. ലഡാക്ക് ഒരു മലനാട് മാത്രമല്ലായിരുന്നു, അതൊരു ട്രാൻസിറ്റ് സാമ്രാജ്യമായിരുന്നു. ട്രാൻസിറ്റ് എന്ന് പറയുന്നത് ഇടനില രാജ്യം എന്നാണ്. അതായത് വ്യാപാരികൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ ഇടയിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളെയാണ് ട്രാൻസിറ്റ് കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്ക് ഒരു ട്രാൻസിറ്റ് കൺട്രിയാണ്. ബുദ്ധമതം ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്കും ചൈനയിലേക്കും ശക്തമായി വ്യാപിച്ചത് ഈ പാതയിലൂടെ ആയിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ടിബറ്റൻ സാമ്രാജ്യം ശക്തി പ്രാപിച്ചപ്പോൾ ലഡാക്കിലും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു. ഹെമിസ് മൊണാസ്ട്രി ലഡാക്കിലെ ഏറ്റവും വലിയ മഠങ്ങളിൽ ഒന്നാണ്. ഹെമിസ് ഫെസ്റ്റിവൽ എന്നത് ലഡാക്കിലെ ഈ ഹെമിസ് മൊണാസ്ട്രിയിൽ നടക്കുന്ന ഒരു പ്രശസ്ത ബുദ്ധമത ഉത്സവമാണ്. ബുദ്ധമത സന്യാസിമാർ മുഖംമൂടി ധരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു വലിയ ഉത്സവം. ഇത് സിൽക്ക് റോഡിന്റെ സാംസ്കാരിക പ്രാധാന്യത്തിന്റെ വലിയൊരു തെളിവാണ്. സിൽക്ക് റോഡിലൂടെ മധ്യേഷ്യയിൽ നിന്ന് ഇസ്ലാമിക വ്യാപാരികളും ലഡാക്കിൽ എത്തിയിരുന്നു. പ്രത്യേകിച്ച് കാർഗിൽ മേഖലയിലാണ് ഇസ്ലാമിക സ്വാധീനം ശക്തമായത്. ഇവിടെ സൂഫി പാരമ്പര്യത്തിന്റെ സാന്നിധ്യം കാണാം. ബുദ്ധമതവും ഇസ്ലാമും ഒരു പ്രദേശത്ത് സഹവർത്തിത്വം പുലർത്തിയിരുന്നത് സിൽക്ക് റോഡിന്റെ മറ്റൊരു സാംസ്കാരിക സൗഹൃദത്തിന്റെ ഉദാഹരണമാണ്. 17-ാം നൂറ്റാണ്ടിൽ രാജാവ് സേൻഗെ നംഗ്യാൽ ലഡാക്കിനെ ശക്തമായ വ്യാപാര രാജ്യമാക്കി മാറ്റി. പിന്നീട് സിൽക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പല പ്രദേശങ്ങളിലും നികുതി അടയ്ക്കേണ്ടി വന്നിരുന്നു. വ്യാപാരികളിൽ നിന്ന് നികുതി ഈടാക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തതിലൂടെ ഭരണാധികാരികൾ ഈ വ്യാപാരത്തിൽ നിന്ന് വലിയ വരുമാനം നേടി. അങ്ങനെ ലഡാക്ക് വ്യാപാരത്തിലൂടെ വലിയ സമ്പത്ത് സമ്പാദിച്ചു.
ലേ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റായി മാറി. ലേ പാലസ് രാജവംശത്തിന്റെ ശക്തിയുടെ പ്രതീകമായി നിലകൊണ്ടു. ഇന്നത്തെ ഷിൻജിയാങ് പ്രദേശം, ടിബറ്റ്, കാശ്മീർ, മധ്യേഷ്യ പോലുള്ള രാജ്യങ്ങൾ ലഡാക്കുമായി പിന്നീട് ബന്ധപ്പെട്ടു. എന്നാൽ ഈ സമ്പന്നത കൂടുതൽ കാലം നിലനിന്നില്ല. ടിബറ്റും മധ്യേഷ്യൻ ശക്തികളും ലഡാക്കിന്റെ വ്യാപാര പാതകൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ 17-ാം നൂറ്റാണ്ടിൽ ലഡാക്കും ടിബറ്റും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ടിബറ്റൻ സേന ലഡാക്കിനെ ആക്രമിച്ചു. തുടർന്ന് അന്നത്തെ മുഗൾ ഭരണാധികാരി ഔറംഗസീബ് ലഡാക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് കൂടുതൽ ടിബറ്റൻ ആക്രമണത്തെ പ്രതിരോധിച്ചു. എന്നാൽ ഈ യുദ്ധങ്ങൾ വ്യാപാര പാതകളെ നന്നായി ബാധിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജമ്മുവിലെ ഡോഗ്ര രാജവംശം ശക്തി പ്രാപിച്ചപ്പോൾ സേനാധിപനായ സൊറാവർ സിംഗ് ലഡാക്ക് കീഴടക്കി. ലഡാക്ക് പിന്നീട് ജമ്മു കാശ്മീരിന്റെ ഭാഗമായി. ഇത് ശരിക്കും വലിയ രാഷ്ട്രീയ മാറ്റമായിരുന്നു. ലഡാക്കിന്റെ സ്വതന്ത്ര വ്യാപാര നയങ്ങൾ അവസാനിക്കുന്നതിലേക്ക് നയിച്ചു. നികുതി വ്യവസ്ഥയിൽ മാറ്റം വരികയും ചെയ്തതോടെ സിൽക്ക് റോഡിന്റെ സ്വാഭാവിക വ്യാപാര ചലനം കുറയാൻ തുടങ്ങി. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ബ്രിട്ടീഷിന്റെ ശക്തി പ്രാപിച്ചു. വ്യവസായ വിപ്ലവത്തോടെ കടൽമാർഗ വ്യാപാരം കൂടുതൽ വേഗത്തിലും കുറഞ്ഞ ചെലവിലും സാധ്യമായി. ചൈനയുമായി ബ്രിട്ടീഷുകാരുടെ വ്യാപാരം പ്രധാനമായും കടൽമാർഗത്തിലൂടെ നടന്നുപോയതിനാൽ ഹിമാലയ പാതകൾ അപകടകരവും ചെലവേറിയതുമാണ് എന്ന് കണ്ടെത്തി. പിന്നീട് കാരവാൻ പാതകളുടെ പ്രാധാന്യം കുറഞ്ഞു വന്നു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരും റഷ്യക്കാരും മധ്യേഷ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഈ രാഷ്ട്രീയ മത്സരം ഗ്രേറ്റ് ഗെയിം എന്നറിയപ്പെട്ടു. നിയന്ത്രണങ്ങൾ വർദ്ധിച്ചതോടെ സ്വതന്ത്ര കാരവാൻ വ്യാപാരം നന്നേ കുറഞ്ഞു. 1947-ൽ ഇന്ത്യ സ്വതന്ത്രമായതോടെ ലഡാക്ക് ഇന്ത്യയുടെ ഭാഗമായി. പിന്നീട് 1962-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഹിമാലയ അതിർത്തികൾ സൈനിക നിയന്ത്രണത്തിനു കീഴിലായി. നൂറ്റാണ്ടുകളായി തുറന്നുകിടന്ന പാതകൾ അങ്ങനെ അടഞ്ഞുപോയി. സിൽക്ക് റോഡിന്റെ ഇടിവോടെ കാരവാൻ ജീവിതം അവസാനിച്ചു. ലേ മാർക്കറ്റിന്റെ അന്താരാഷ്ട്ര സ്വഭാവം കുറഞ്ഞു. ലഡാക്ക് ഒരു അതിർത്തി പ്രദേശമായി മാറി. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ലഡാക്ക് വിനോദസഞ്ചാര കേന്ദ്രമായി മാറി. അതിർത്തികൾ വരച്ചപ്പോൾ വ്യാപാര പാതകൾ മങ്ങിപ്പോയി. ഒരിക്കൽ വ്യാപാരത്തിന്റെ ഈറ്റില്ലമായിരുന്നു ലഡാക്ക്. ഇന്ന് സാഹസിക യാത്രകളുടെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു. മഞ്ഞുമലകൾ, ഉയർന്ന പാസുകൾ, ബുദ്ധമഠങ്ങൾ എല്ലാം ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് വലിയ അട്രാക്റ്റീവ് സ്പോട്ടുകളായി മാറി. ലഡാക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ബൈക്ക് റൈഡിംഗ് ഡെസ്റ്റിനേഷനാണ്. കർദുംഗ്ല പോലുള്ള പാസുകൾ ഇന്ന് ബൈക്കർമാർക്ക് ഒരു അച്ചീവ്മെന്റ് ബാഡ്ജ് പോലെ തോന്നുന്ന സാഹസിക സ്പോട്ടുകളാണ്. 18,000 അടി ഉയരത്തിൽ ഇന്ന് ബൈക്ക് ഓടിക്കുന്നത് ആധുനിക കാലത്തിന്റെ കാരവാൻ സാഹസം തന്നെയാണ്. ലഡാക്കിന്റെ ഉയർന്ന പാസുകളിലൂടെ ബൈക്ക് ഓടിക്കുന്ന ഓരോ യാത്രക്കാരനും അറിയാതെ തന്നെ ആ പഴയ സിൽക്ക് റോഡിന്റെ പാതകളെയാണ് പിന്തുടരുന്നത്. കാരണം ചില വഴികൾ നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രമല്ല, ചരിത്രം ഓർമ്മിപ്പിക്കാനുമാണ്.